ഒന്നാമത്തെ ചോദ്യം, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആര്? സർദാർ കെ.എം. പണിക്കർ രചിച്ച പുസ്തകമാണ് ഹിസ്റ്ററി ഓഫ് കേരള. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് ആരാണ്? സർദാർ കെ.എം. പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? ഏതാണ് ആ ഗ്രന്ഥം? 1.25 കോടി മലയാളികൾ. 1.25 കോടി മലയാളികൾ. EMS നമ്പൂതിരിപ്പാടിൻ്റെയാണ് 1.25 കോടി മലയാളികൾ. അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയും. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? കാൺപൂർ. കാൺപൂറാണ് ആര് നേതൃത്വം കൊടുത്തത്? നാനാ സാഹിബ് നേതൃത്വം കൊടുത്തത്. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഫിലാഡൽഫിയയിലാണ്. ഫിലാഡൽഫിയ. ഓക്കെ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? അന്റോണിയോ ഗുട്ടറസ്. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ചിനൂക്ക്, ലൂ, ചക്രവാദം, ഹെർമാറ്റൻ. ചിനൂക്ക്, ലൂ, ചക്രവാദം, ഹെർമാറ്റൻ. അപ്പോൾ ഏതാണ് പ്രാദേശിക വാദത്തിന് ഉദാഹരണമല്ലാത്തത്? ചക്രവാദമാണ്. ബാക്കിയെല്ലാം ചിനൂക്ക്, ലൂ, ഹെർമാറ്റൻ എന്ന് പറയുന്നത് പ്രാദേശികവാദമാണ്. ചക്രവാദം എന്തല്ല? പ്രാദേശികവാദമല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. അപ്പോൾ ആഗ്നേയശിലയുമായിട്ട് ബന്ധമില്ലാത്തത് കണ്ടുപിടിക്കണം. ഈ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നു. അത് കറക്റ്റാണ്. അപ്പോൾ അതല്ല. ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട്. അതും കറക്റ്റാണ്. അപ്പോൾ അതുമല്ല. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. അതാണ് ബന്ധമില്ലാത്തത്. ഈ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു. അതും കറക്റ്റാണ്. അപ്പം എയും ബിയും സിയും ബന്ധം ഉള്ളതാണ്. സി ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. എന്താണ് ക്ലിഫ്? എന്താണ് ക്ലിഫ്? അതാണ് ചോദ്യം. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഒരു ഭൂരൂപമാണ്. അപ്പോൾ അത് തന്നെയാണ് റൈറ്റ് ആൻസർ. അപ്പം ക്ലിഫ് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയുന്നത്? ഒരു തിരമാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂരൂപത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലിഫ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. ഇപ്പോൾ കൂട്ടത്തിൽ ചേരാത്തതാണ്. അപവഹനഗർത്തം, കൂൺശിലകൾ, ടെറായി, മണൽമേടുകൾ. അപവഹനഗർത്തം, കൂൺശിലകൾ, ടെറായി, മണൽമേടുകൾ. അപ്പോൾ ബന്ധമില്ലാത്തത് അല്ലെങ്കിൽ ചേരാത്തത് എന്ന് പറയുന്നത് ടെറായി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്തത്. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ കൊൽക്കത്തയിലാണ് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന പേര് മാറ്റി ഫോർട്ട് വില്യം എന്നാക്കിയത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊൽക്കത്തയിലാണ്. അടുത്തത്. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏതെല്ലാം? ഒന്നാമത്തത്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. അപ്പം ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഒന്നും വരത്തില്ല. വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക അത് ഒരിക്കലും നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളല്ല. മറിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇതൊക്കെയാണ് നീതി ആയോഗിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉമാണ് കറക്റ്റ്. ഓക്കെ. അടുത്തത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സ്വയപര്യാപ്തവും സ്വയാശ്രയത്വവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അപ്പോൾ
ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളെന്ന് പറയുന്നത് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, അതുപോലെ തന്നെ സ്വയം പര്യാപ്തവും സ്വയാശ്രിതത്വവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഇത് രണ്ടുമാണ് എന്ത് ഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ചാണക്യൻ അർത്ഥശാസ്ത്രം, കറക്റ്റാണ്. അമർത്യ സെൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, അതും കറക്റ്റാണ്. മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, അതും കറക്റ്റാണ്. ദാദാഭായ് നവറോജി മിച്ചമൂല്യ സിദ്ധാന്തം, അല്ല, അതാണ് തെറ്റായ ജോഡി. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മ സുബ്രഹ്മണ്യം. അപ്പോൾ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മ സുബ്രഹ്മണ്യമാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകൾ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. അപ്പോൾ ഇതിനകത്ത് പ്രസ്താവനകൾ ശരിയായത് എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്, 3 പേരും ആയിട്ടുണ്ട്. അപ്പം ഓപ്ഷൻ ബി ആണ് 1, 2 and 3. അടുത്ത ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ബോംബെയാണ്, കറക്റ്റാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണുള്ളത്, അതും കറക്റ്റാണ്. ചണനാരിനെ യൂണിവേഴ്സൽ ഫൈബർ എന്നും അറിയപ്പെടുന്നു, അല്ല. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണ്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരമാണ് ബോംബെ. 2, ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. ഓപ്ഷൻ എ ആണ് 1 and 2 റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത്? അപ്പം മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് 91ാം ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ. അടുത്തത്. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2/3 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. 2, 3, 4 ശരി. 2, 3, 4 ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിര സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്ക് ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് 2, 3, 4 പ്രസ്താവനകൾ മാത്രം ശരി. അടുത്തത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ PK തുങ്കൻ കമ്മിറ്റിയാണ് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത ഒരേ കമ്മിറ്റി. അടുത്തത്. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ പെടാത്തത് ഏതാണ്? തുല്യ ജോലിക്ക് തുല്യവേതനം, അത് ഉണ്ട്. ഏകീകൃത സിവിൽ നിയമം, അതുകൊണ്ട്. സംഘടനാ സ്വാതന്ത്ര്യം, അതില്ല. പൊതു തൊഴിൽ തുല്യ അവസരം, അതുമില്ല. അപ്പം 4ാം അധ്യായത്തിൽ പെടാത്തതെന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. 3ഉം 4ഉം. അടുത്തത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സി വിജിലാണ്. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിനും പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ചേരും വഴി ചേർത്ത് പരിശോധിക്കുക. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം. സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം. കൺകറൻറ്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത്
1ഉം 2ഉമാണ്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധം ആണവോർജ്ജമാണ് വരുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷിയും മത്സ്യബന്ധനം. അപ്പം 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ. അടുത്തത്, നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു. അപ്പോൾ കിരൺ റിജിജു ആണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്. 1993 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. അപ്പം ഒന്നാമത്തത് തെറ്റാണ്, 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തത്, വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഇതെല്ലാം ശരിയാണ്. അപ്പോൾ വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഇത് 3ഉമാണ്. എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി. ലോക തണ്ണീർത്തട ദിനം ഏതാണ്? ഫെബ്രുവരി 2. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഓപ്ഷൻ എ ആണ്. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? വി ശിവൻകുട്ടി. തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു വി ശിവൻകുട്ടി. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്ര? കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റുകളാണ് 9. കേരളത്തിലാകെയുള്ള രാജ്യസഭാ സീറ്റ് 9. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? NS മാധവൻ. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഇവ. ഇനാമൽ, പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. ഡെൻഡൈൻ, മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. അപ്പം മനുഷ്യശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് ഇനാമൽ. തെറ്റിപ്പോയി. പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. അത് കറക്റ്റാണ്. സിമൻറ്റം, പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കലയാണ് സിമൻറ്റം. അപ്പോൾ പൾപ്പ് ക്യാവിറ്റിയും സിമൻറ്റും അതിൻ്റെ ജോഡിയാണ് കറക്റ്റ്. അപ്പോൾ 3ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ ബി. ചുവടെ തന്നിരിക്കുന്നതിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്.